ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. എന്താണ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം. സോ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ അറിയാം, മോൾ കൺസെപ്റ്റിൽ നിന്നാണ്. മോൾ കൺസെപ്റ്റിൽ നിന്ന് നമ്മുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മുടെ പ്രിലിമിനറി ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്ന മോൾസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഭാഗത്ത് നിന്ന് ഇതേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മുടെ DPP-യിലും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഏറെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. കാരണം ഇത് അത്യാവശ്യം ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ സൈലത്തിലെ മക്കൾ ഓൾറെഡി കണ്ടതാണ്. നിങ്ങളുടെ DPP-യിൽ ഇത് നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ കൂടിയാണ്. ഓക്കെ, സോ എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് 2.8 into 10⁻³ moles of carbon dioxide is left after removing 10⁻21 molecules from its x milligram sample. അപ്പം ഇവിടെ നിങ്ങൾക്ക് ഇവിടെ നമ്പർ ഓഫ് മോൾസിൽ തന്നിട്ടുണ്ട്, ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ തന്നിട്ടുണ്ട്, ഇവിടെ വെയിറ്റിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഇത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മക്കളെ, ഇങ്ങനെ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിലാണ് ക്വസ്റ്റ്യൻ തരുന്നതെങ്കിൽ എല്ലാ ക്വാണ്ടിറ്റീനും നിങ്ങൾ മോൾസിലേക്ക് ആദ്യം മാറ്റുക, എന്നിട്ട് ആ ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്ത കാര്യം എളുപ്പമാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ? എക്സ് മില്ലിഗ്രാം കാർബൺ ഡൈ ഓക്സൈഡാണ് എടുത്തിരിക്കുന്നത്. ആ എക്സ് മില്ലിഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്നും 10⁻21 മോളിക്യൂൾസിനെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ റിമൂവ് ചെയ്തതിന് ശേഷം ബാക്കി വന്നത് ഇത്രയാണ് എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണെന്നാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ടേക്കൺ എക്സ് ഇൻറ്റു 10⁻³ ഗ്രാം എന്ന് എഴുതി. ഇനി നമുക്ക് അതിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് മാറ്റാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു വെയിറ്റ് ബൈ മോളാർ മാസ് എത്രയാണ്? 44. ഇനി എത്രയാണ് റിമൂവ് ചെയ്തത്? 10⁻21 റിമൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 റിമൂവ്ഡ്. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസിൽ തന്നാൽ ബൈ അവോഗാഡ്രോ നമ്പറാണ്. അപ്പോൾ 6.02 into 10⁻23. അപ്പോൾ ഇത് നമുക്ക് ഏകദേശം ഓക്കെ, അതവിടെ നോട്ടെ. ഇനി എന്താണ്? റിമൂവ് ചെയ്തതിനു ശേഷം ബാലൻസ് എത്രയുണ്ട്? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് റിമൈനിങ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് CO2 റിമൈനിങ് എത്രയാണ്? 2.8 into 10⁻³ മോൾ. അത് ഓൾറെഡി മോൾസിലായതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി ഈ കണ്ടീഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു 10⁻³ / 44, അതിൽ നിന്ന് നമ്മൾ ഇത്ര ആളെ കുറച്ചു, 10⁻21 / 6.02 into 10⁻23. ബാക്കി നമുക്ക് എത്ര കിട്ടി? 2.8 into 10⁻³. അപ്പോൾ ഇതിൽ എക്സ് ഇൻറ്റു 10⁻³ / 44, ഇതിലും ഞാൻ 10⁻³ കൊണ്ടുവരാൻ നോക്കുമ്പം നമുക്കിവിടെ 10⁻², അപ്പോൾ ഇതിനെ 10⁻³ ഡിവൈഡ് ബൈ 60.2 എന്നാക്കാം അല്ലേ? അങ്ങനെ ആക്കി കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ലേ? 60.2 അല്ല, 0.6, സോറി. ഇതിനെ 0.602 into 10⁻24 എന്നാക്കി കഴിഞ്ഞാൽ മുകളിൽ 10⁻21 ആണല്ലോ. അപ്പോൾ അത് 10⁻21 10⁻24 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി 10⁻³ എന്ന് വരും. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു 2.8 into 10⁻³. അപ്പം LHSലും RHSലും 10⁻³ കോമൺ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഇതിനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് x/44 മൈനസ് 1/0.602 ഈസ് ഈക്വൽ ടു 2.8. ഇനി 0.602 into x minus 44 is equal to 2.8 into 44 into 0.602. അപ്പോൾ ഇതിൽ x is equal to ഫൈനൽ, ഞാൻ ഡയറക്റ്റ് ആൻസറിലേക്ക് പോവാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു 196.2 എന്നാണ് നമുക്ക് കിട്ടുക. സോ വാട്ട് ഇസ് എക്സ്? എക്സ് എന്ന് പറയുന്നത് എന്താണ്? 196.2 ആണ്. അപ്പോൾ 196.2 ഇതിൽ ആൻസറിലുണ്ടോ? യെസ്, ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. താങ്ക് യു.